ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. വീണ്ടും വചനവുമായി ദൈവം നിർത്തിയിരിക്കുന്ന കൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ഒരു വചനം വായിക്കാം. യിരെമ്യാവ് 32:17. ഞാൻ യഹോവയോട് പ്രാർത്ഥിച്ചതെന്തെന്നാൽ, അയ്യോ യഹോവയായ കർത്താവേ, നിന്റെ മഹാശക്തി കൊണ്ടും നീട്ടിയ ഭുജം കൊണ്ടും നീ ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കി. നിനക്ക് അസാധ്യമായത് ഒന്നുമില്ല. ആമേൻ. ഈ വചനം പറയുവാൻ ഉണ്ടായ പശ്ചാത്തലം കൂടെ നോക്കാം. യിരെമ്യാ പ്രവാചകനാണ് ഇത് പറയുന്നത്. അധ്യായത്തിന്റെ തുടക്കം നമ്മളിങ്ങനെ വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട് യിരെമ്യാ പ്രവാചകനെ കാവൽപ്പുരയ്ക്കകത്ത് അടയ്ക്കപ്പെട്ടിരിക്കുന്നതായിട്ട്. അതെന്തെന്നാൽ, ഹിസ്കീയാ രാജാവിനോട് ദൈവത്തിന്റെ അരുളപ്പാടുണ്ടായത് ഇങ്ങനെയാണ്: സിദ്ക്കിയാ രാജാവിനെ ബാബേൽ പ്രവാസത്തിലേക്ക് കൊണ്ടുപോകും, കൽദയരോട് യുദ്ധം ചെയ്യും, ജയിക്കുകയില്ല. ഇങ്ങനെയുള്ള യഹോവയുടെ അരുളപ്പാട് അതുപോലെ തന്നെ സിദ്ക്കിയാ രാജാവിനോട് യിരെമ്യാ പ്രവാചകൻ പറയാനിടയായി. താൻ ഏൽപ്പിച്ചതായിട്ടുള്ള ദൗത്യം നല്ല രീതിയിൽ ചെയ്തു എന്ന് തന്നെ പറയാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ബാലനായി കണ്ട യിരെമ്യാ പ്രവാചകനെ ആ സമയത്ത് തന്നെ, ബാലനായിരുന്ന സമയത്ത് തന്നെ യഹോവയുടെ അരുളപ്പാടുണ്ടായി, ഞാൻ പറയുന്നത് പോലെ തന്നെ നീ ജാതികളോടും രാജാക്കന്മാരോടും ദൈവത്തിൻ്റെ അരുളപ്പാടുകളെ പറയണമെന്നുള്ളത്. അത് അതുപോലെ തന്നെ യിരെമ്യാ പ്രവാചകൻ ചെയ്തു എന്നുള്ളതാണ്. രാജാവിൻ്റെ മുന്നിൽ പോലും ദൈവത്തിൻ്റെ അരുളപ്പാടെ മാറ്റി പറയാതെ അങ്ങനെ തന്നെ പറയുവാനിടയായി. ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഹല്ലേലൂയ, യിരെമ്യാവിനെ ഏൽപ്പിച്ച ജോലി താൻ എത്ര സംഘർഷങ്ങളുടെ മധ്യത്തിലും അത് അതുപോലെ തന്നെ ചെയ്യുവാനിടയായത് തന്നെയാണ്. തുടർന്ന് ഇങ്ങോട്ട് വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, കാവൽപ്പുരയ്ക്കകത്ത് തന്നെ കിടക്കുമ്പോൾ യഹോവയുടെ അരുളപ്പാട് വീണ്ടും യിരെമ്യാവിനുണ്ടായി. അനാഥോത്തിലെ യിരെമ്യാവിൻ്റെ ഇളയപ്പനായ ശല്ലൂമിൻ്റെ മകനായ ഹനമേൽ നിന്റെ അടുക്കൽ വരും, അവൻ്റെ നിലം മേടിക്കണമെന്നുള്ളത്. കണ്ട അരുളപ്പാട് പോലെ തന്നെ ഈ അനാഥോത്തിലെ ഇളയപ്പനായ ശല്ലൂമിൻ്റെ മകൻ ഹനമേൽ തൻ്റെ അടുക്കൽ വരികയാണ്, നീ നിലം വാങ്ങിക്കണമെന്നുള്ളത്. യിരെമ്യാവ് അനാഥോത്തിലെ, ബെന്യാമീൻ ദേശത്തിലെ അനാഥോത്തിലെ ഹില്ക്കിയാവ് എന്ന പുരോഹിതന്റെ മകൻ കൂടിയാണ് യിരെമ്യാവ്. ഹല്ലേലൂയ. അപ്പോൾ അവൻ അവകാശപ്പെട്ട അവൻ്റെ വാഗ്ദത്തങ്ങളെയാണ് ദൈവം തിരിച്ചു കൊടുക്കുന്നത്. ഹല്ലേലൂയ. അങ്ങനെ കാവൽപ്പുരയ്ക്കകത്ത് കിടന്നപ്പോഴും ദൈവത്തിൻ്റെതായിട്ടുള്ള അവകാശങ്ങൾ യിരെമ്യാവിന് ലഭിക്കുവാനിടയായി. അതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്, നമ്മളെ എത്ര ശത്രു ബന്ധിച്ചെന്ന് പറഞ്ഞാലും നമുക്ക് ദൈവം തന്നിരിക്കുന്ന വാഗ്ദത്തങ്ങൾ അതിൻ്റെ സമയത്ത് അത് നിവൃത്തീകരിക്കുക തന്നെ ചെയ്യും. ഇതിന് ശേഷമാണ് ഈ വാക്യം നമുക്ക് ഇങ്ങനെ കാണാൻ കഴിയുന്നത്. അപ്പോൾ നിലം മേടിച്ചു കഴിഞ്ഞ ആധാരത്തെ ഒരു മൺപാത്രത്തിലാക്കി കൊടുക്കുന്നത് നേര്യാവിൻ്റെ മകനായ ബാരൂക്കിൻ്റെ പക്കലാണ്. അപ്പോഴും താൻ എവിടെയാണ്? കാവൽപ്പുരയ്ക്കകത്ത് അടയ്ക്കപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെയാണ് ഈ വാക്യം പറയുന്നത്, ഞാൻ യഹോവയോട് പ്രാർത്ഥിച്ചതെന്തെന്നാൽ, അയ്യോ യഹോവയായ കർത്താവേ, നിന്റെ മഹാശക്തി കൊണ്ടും നീട്ടിയ ഭുജം കൊണ്ടും നീ ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കി. നിനക്ക് അസാധ്യമായതൊന്നുമില്ല. നമുക്ക് ഈ ആകാശവും ഭൂമിയും നോക്കിയാൽ തന്നെ ഹല്ലേലൂയ ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുവാൻ കഴിയും. ഭൂമിയും പൂർണ്ണതയും അതിൻ്റെ നിവാസികളും എല്ലാം യഹോവയ്ക്കുള്ളതാണ്. സമുദ്രത്തിലെ മത്സ്യവും ആകാശത്തിലെ പക്ഷികളും മൃഗങ്ങളെ എല്ലാം ദൈവം പോറ്റുന്നു. അവയ്ക്ക് വേണ്ട ആഹാരങ്ങളൊന്നും ഹല്ലേലൂയ ആരും കൊടുക്കുന്നില്ല, എല്ലാം ദൈവം അവർക്ക് വേണ്ടി കരുതുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ മനുഷ്യനെ അതിലധികമായാണ് ദൈവം കരുതുന്നത്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മൾ എന്തെങ്കിലും വിഷയങ്ങൾ ഭാരപ്പെട്ടോ, ഈ യിരെമ്യാവിനെ പോലെ അടയ്ക്കപ്പെട്ടിരിക്കുന്ന അവസ്ഥയാണെങ്കിലും നമ്മുടെ വാഗ്ദത്തങ്ങൾ നിറവേറുക തന്നെ ചെയ്യുകയും, അതുപോലെ തന്നെ ഹല്ലേലൂയ നമ്മൾ ഈ ആകാശത്തിനെയും ഭൂമിയെയും ഒന്ന് നോക്കിയാൽ ഹല്ലേലൂയ അതിൻ്റെ ഓരോന്നും ഹല്ലേലൂയ ദൈവത്തിൻ്റെ സൃഷ്ടികളെ നോക്കിക്കഴിഞ്ഞാൽ ദൈവത്തിന് എന്തുമാത്രം നമുക്ക് മഹത്വം കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ മനുഷ്യനായ നമുക്ക് നമ്മുടെ ആവശ്യങ്ങളും ദൈവം നിറവേറ്റുക തന്നെ ചെയ്യും. അപ്പോൾ മനുഷ്യന് അസാധ്യമായ ദൈവത്തിന് സാധ്യമാണ്. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.